ഏലത്തോട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയിൽ കൂടുതലുള്ളത് തേയിലത്തോട്ടങ്ങളാണ്. മൂന്നാറും ചിന്നക്കനാലും പാമ്പനാറും എല്ലാം ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വീട്ടുവളപ്പിൽ ഔഷധഗുണമുള്ള ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലച്ചെടികൾ പരിപാലിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ഒരു കർഷകനെ പരിചയപ്പെടാം. ഇത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് വാകച്ചുവട് സ്വദേശി ജോസഫ് കണ്ണംപ്ലാക്കൽ. പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ എന്തു തൊഴിലെടുക്കണമെന്ന് അദ്ദേഹത്തിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഉണ്ടായ ആശങ്ക എന്ത് കൃഷി ചെയ്യണമെന്നാണ്. അവസാനം എത്തി നിന്നത് ഔഷധ ഗുണമുള്ള ഗ്രീൻ ടീ ഉൽപാദനത്തിൽ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ തോട്ടങ്ങളിലെ കീടനാശിനി പ്രയോഗവും രാസവളത്തിന്റെ ഉപയോഗവും നേരിട്ട് കാണുവാൻ ഇടയായതും ഗ്രീൻ ടീ എന്ന ആശയത്തിലേക്ക് ജോസഫിനെ നയിച്ചു. ആദ്യം വീട്ടുവളപ്പിൽ കുറച്ച് തൈകൾ നട്ടുവളർത്തി. ഇവയിൽ നിന്നാണ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. പിന്നീട് സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്തും തേയിലച്ചെടികൾ വച്ചുപിടിപ്പിച്ചു. ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മായമൊന്നും കലരാത്ത രീതിയിൽ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു തേയില ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാനന്ന് ഡ്യൂട്ടി സമയങ്ങളായിരുന്നത് കൊണ്ട് അത് പിന്നീട് റിട്ടയർഡ് ആയതിനു ശേഷം 2018 റിട്ടയർഡ് ആയതിനു ശേഷം ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ട്, സ്ഥലം ഉണ്ടായിരുന്നു, കാരണന്മാർ തന്നവരെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതിനോട് ലേശം മേടിച്ചിട്ട് 2 ഏക്കർ സ്ഥലം തേയില വെച്ചിട്ട് അത് ഒരു 2-3 കൊല്ലമായപ്പോഴത്തേക്കും അതിൽ നിന്ന് കുളന്ത് തേയില നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വളർന്ന് കുറേ പോയി കുറേ ശരിയായി വന്നു. അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തേയില, ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്ന സംഭവം, അതായത് ഇന്ന് വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ആണ് ഗ്രീൻ ടീ ഉപയോഗം. ആരോഗ്യത്തിന് മെഡിക്കൽ പരമായിട്ടുള്ള കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് കണ്ടൻസുകളുണ്ട് മെഡിക്കൽ ഇതായിട്ട്, ശരീരത്തിന് ഗുണകരമായിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പരീക്ഷണം നടത്തുകയാണ്. ഒരു 3 വർഷത്തെ അധ്വാനമാണ് ഇതിൽ, ശരിയൊരു ഗവേഷണം പോലെയാണ് ഇതിനകത്ത്. വീടിനോട് ചേർന്ന് തന്നെ കൊളുന്ത് സംസ്കരണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാര്യമായ യന്ത്രസാമഗ്രികളില്ലാതെ ജോസഫ് തന്നെയാണ് ഗ്രീൻ ടീ നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിർവഹിക്കുന്നത്. ദീർഘനാളത്തെ പരീക്ഷണത്തിന് ശേഷം മല അണ്ണാമല ഗ്രീൻ ടീ എന്ന പേരിൽ ഉൽപ്പന്നം ജോസഫ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നട്ടുവളർത്തിയിട്ടുള്ള തേയിലച്ചെടികൾ പാകമായതോടെ കൂടുതൽ ഉൽപ്പന്നം പുറത്തിറക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. വലിയ തോട്ടങ്ങളിൽ മാത്രം കണ്ടിരുന്ന തേയിലപ്പൊടിയുടെ നിർമ്മാണമാണ് കർഷകനായ കഞ്ഞിക്കുഴി കണ്ണംപ്ലാക്കൽ ജോസഫ് വീട്ടുമുറ്റത്ത് യാഥാർത്ഥ്യമാക്കിയത്. ജനം, ഇടുക്കി.